നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം തിരുവല്ലം പാലത്തിന് സമീപം നിയന്ത്രണം തെറ്റി എതിരെ വന്ന കാർ ഗോവിന്ദന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. കാറിന് പിന്നിൽ ഓട്ടോറിക്ഷ ഇടിച്ചപ്പോഴാണ് നിയന്ത്രണം തെറ്റിയതെന്നാണ് വിവരം. രാവിലെ കോവളത്ത് നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ വിഴിഞ്ഞത്ത് സംഗമിച്ചത്. പതാക ആനത്തലവട്ടം ആനന്ദൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R രാമുവിന്റെ നേതൃത്വത്തിലും, കൊടിമരം തിരുവല്ലം ശിവരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S പുഷ്പലതയുടെയും നേതൃത്വത്തിൽ ജാഥയായി പൊതുസമ്മേളന വേദിയായ സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിച്ചു. പൊതുസമ്മേളന നഗരിയിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ ഡോക്ടർ TN സീമ പതാക ഉയർത്തി. ഇന്ന് കോവളം GV രാജ കൺവെൻഷൻ സെന്ററിൽ പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സമ്മേളനത്തിൽ ഉടനീളം പങ്കെടുത്തു. ഇതിൽ പങ്കെടുക്കാനായി വരുന്നതിനിടയിലാണ് ഗോവിന്ദന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യവശാൽ പരിക്കുകളില്ലാതെ അദ്ദേഹവും കൂടെയുള്ളവരും രക്ഷപ്പെടുകയായിരുന്നു. പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി V ജോയി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് റിപ്പോർട്ടിനുമേൽ ചർച്ചയും മറുപടിയും നടക്കും. 23 സമ്മേളനം അവസാനിക്കും. വിഴിഞ്ഞത്ത് സീതാറാം യെച്ചൂരി നഗറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതേസമയം എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി ലഭിച്ചു. പൂണിത്തുറ ലോക്കലിൽ നിന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ലോക്കൽ സമ്മേളനം നടത്താതെ ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിക്ക് രേഖാമൂലമാണ് പരാതി നൽകിയിരിക്കുന്നത്. ആരോപണ വിധേയരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡിസംബർ 20 ആരംഭിച്ച തൃക്കാക്കര ഏരിയ സമ്മേളനത്തിൽ ലോക്കൽ സമ്മേളനം നടത്തി തിരഞ്ഞെടുക്കാതെ 6 പ്രതിനിധികളായി പങ്കെടുക്കുന്നു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്കലിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർണ്ണമായും നടത്തി തീർക്കുവാനും കഴിഞ്ഞിട്ടില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.